എന്നിട്ട് എവിടെ പൈലക്കെട്ടുള്ള പൂവ്? ഇതെന്താ ചീമക്ക് വന്നിട്ടല്ലേ? എന്നാ മത്തൻ്റെ ഇല പൊട്ടിച്ചിട്ടാ പോരെ, 4 ഇല ഇട്ട് കഴിഞ്ഞാൽ കളന്നറിയില്ലേ? എളുപ്പം പണി തീരില്ലേ? അതന്നെ പറഞ്ഞപ്പോ ഇത് പച്ചന്നല്ലേ ഇപ്പൊ നിങ്ങള് കൈപ്പിടിച്ചേർന്ന് പൂവിടാന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് പൂവിട്ടില്ലേ ഇനി കളത്തില്. രണ്ട് കുമ്പളപ്പൂ കിട്ടിയല്ല, അത് മതി. മഞ്ഞപ്പൂ വെക്കി, എന്താ മത്തന്റെ ഇലയുടെ പൂവ്, കുമ്പളത്തിന്റെ ഇലയുടെ പൂവ് അതായിരിക്കലുണ്ട് അമ്മ അവിടെ വെച്ചിട്ട്. ഇതിപ്പോ ആരപ്പടെ വെച്ച് ഇന്ന് ശരിക്കില്ലേ എന്റെ അടുത്ത് ടീച്ചർ പറഞ്ഞതാട്ടോ 20 പേർക്ക് അടുത്തടുത്ത് എഴുതുന്നത് എവിടെങ്കിലും കിച്ചു പൂട്ട പോലെ. കിച്ചു ചെമ്പരത്തി പൂട്ടിട്ടുണ്ട്, കോഴി അനക്കിയ പോലെ. കോഴി അനക്കിയ പോലെ ഉണ്ട് ഇട്ടിട്ട് പോയത്. സുകന്യ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു വർഷമാണ് സുകന്യ ഇവിടെ പൂവിടുന്നത്. ഇത്രയും കാലമായിട്ട് സുകന്യ ഇവിടെ പൂവിട്ടിട്ടില്ല. ഇല്ലല്ലോ, പൂവേ ഇട്ടിട്ടില്ല. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതലേ തന്നെ ഇരുന്ന് പൂവിടല്. ഞാൻ പിന്നെ ഓരോ ഡിസൈനൊക്കെ ഇടുന്ന ആദ്യം. അപ്പൊ ഇതിടാൻ പാടോ? ഇതിടാൻ പാടോ? ആരാ പറഞ്ഞത് ഇലയൊന്നും ഇടാൻ പാടില്ല? തുളസിയുടെ അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. തുളസിയുടെ ഇല മാത്രം. തുളസി ചേട്ടാ ചിലര് തുളസി ഇടില്ല. ഓ തുളസി, എന്റെ അച്ഛൻ തുളസി ഇടുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഏത് തുളസി? എന്നിട്ട് രാവിലെ എന്താ ദില്ലി ഒരു ചന്ദനത്തിരിയും കൊളത്തി വെക്കും കേട്ടോ അച്ഛൻ. 7 മണിയുടെ മുമ്പേ പൂവിടും. എന്നിട്ട് ചെമ്പരത്തിന്ന് കൊളത്തി വെച്ചിട്ട് പോവും. അതന്നെ ഇപ്പൊ പറയണേ എല്ലാവിടെയും പൂവില്ലാന്ന്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പൂവില്ലാത്ത വീടുകളാണ് പറയണേ. ഞാനപ്പോ പറയാം എവിടെയും പൂവില്ല, മഞ്ഞപ്പൂവുണ്ട് മാത്രം അവിടെ കുറച്ച്. എന്തായാലും തിരുവോണത്തിന് ഉത്രാടം ദിവസം അവിടെ അല്ലേ ഓണാഘോഷിക്കണത്. അപ്പൊ ഉത്രാടം ദിവസം നല്ല പൂക്കളം ഉണ്ടാക്കണം കേട്ടോ അവിടെ, വലുത് വേണ്ടേ? തിരുവോണത്തിന് പടി എന്താ പൂവല്ലേ? സുകന്യ ഇപ്പൊ നിവർത്തിയില്ലാത്ത കൊണ്ട് ഇത് പൂവിടുന്നത്. അച്ചു രാവിലെ മേമടത്തെ പറഞ്ഞിട്ട് അവർക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇടങ്ങറാവേണ്ട കാര്യമില്ല. അടുപ്പിച്ചടിപ്പിച്ചിട്, എല്ലാം അടുപ്പിച്ചടിപ്പിച്ചിട്. ചാണകത്തിന്റെ ഇത് കാണാൻ പാടില്ല അത്രേ. അതിനുള്ള പൂ വേണ്ടേ? ഉള്ളത് ഒരു വരി മതിയേ. ഓ അങ്ങനെയുണ്ടോ? ഓ കണക്ക്. ഞാനൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ. എനിക്ക് എങ്ങനെയാണോ പൂ തോന്നുന്നു അങ്ങനെ കണക്കുണ്ട് ഇതിനല്ലേ. അപ്പൊ ഒന്നാമത്തെ എന്താ വെറുതെ മുക്കുറ്റി മാത്രം വെക്കാൻ പാടുള്ളൂ അത്രേ. മുക്കുറ്റിയും തുമ്പയും. അത് വീഡിയോയിൽ കമന്റ് കണ്ടതാട്ടോ. ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ ഇല്ലേ. അങ്ങനെ നമ്മള് ഈ വട്ടത്തിൽ എപ്പോഴും പൂവിടും, അല്ലാണ്ട് നമുക്ക് ഒരു പൂവെക്കിലും 2 പൂവെക്കിലും ഞാൻ കേട്ടില്ല. ഇതാണ്ടോ ഇങ്ങനെ കയറ്റി ഇറക്കിടും. ആരാ പറഞ്ഞറിയില്ല. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കമന്റ് കൂടെ കണ്ടിരുന്നു. ഉണ്ടാവായിരിക്കും, നമുക്ക് നമ്മുടെ അറിവിലില്ല. അതൊക്കെ ഓരോ പുതിയ അറിവുകളാണ്. ഭയങ്കര തലവേദന കേട്ടോ. എന്തോ ഒരു തലവേദനയെന്നറിയോ. അതുകൊണ്ട് രാവിലെ കുളിച്ചിട്ടില്ല. വെള്ളം ചൂടാക്കിയിട്ടേ ഉള്ളൂ കുളിക്കുകയെന്ന് വിചാരിച്ചിട്ട്. തല വെട്ടി പൊളിയണ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ പൊന്നൂൻ്റെ എനിക്ക് വരുമോ അറിയില്ല. എനിക്കാണെങ്കിലോ ഏത് പാലക്കാട്ട് കൂടെ പോയി കഴിഞ്ഞാൽ മതി, ഞാൻ ഇവിടെ കിടക്കും. ഇതാണെങ്കിലോ മേലും കൈയൊക്കെ ഭയങ്കര വേദന. എന്തോ ഒരു വേദന വെച്ചിട്ടാ. പനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവുന്ന. തിരുവോണ സദ്യ അടിപൊളിയായി നമുക്കില്ലേ. ഇപ്പൊ ഇവിടെ കാറ്ററിംഗ് ഉണ്ട്. എത്ര സുനി 300 രൂപ എത്ര ഒരു ഊണിന്. അങ്ങനെയാണ് പറഞ്ഞ ചനിയേട്ടൻ പറയും കുറച്ച് ചോറും കുറച്ച് ചിക്കനും വാങ്ങുക. ഒരു ചിക്കൻ കറിയും ചോറും മതിക്ക്, ഓണസദ്യ വേണ്ട പറയും അല്ലേ. അമ്മയാണ് പറഞ്ഞാ എന്താ അങ്ങനെയല്ലടി, അങ്ങനെ വട്ടത്തിലേക്ക് എത്തില്ലാതെ. ആ റോസ് ഇല്ലേ, റോസ്
എങ്ങനെ ഇങ്ങനെ കൂട്ടിയാലും കണക്കെത്തില്ല അല്ലെ സൂര്യ? അത് ആദ്യം ചെയ്താൽ മതിയായിരുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ അത് വെച്ച് ഇത് നീളം വേണ്ടേ? വേണ്ടല്ലേ? എങ്ങനെയുണ്ട് ഏട്ടാ? ഇത് കാണാൻ രസല്ലേ? ഓ ഗംഭീരായി. ഇതെന്ത് പൂ? റോസപ്പൂ ചെറുത്. ചെറിയ റോസാപ്പൂവാണ്, കുഞ്ഞത് കുഞ്ഞി റോസാപ്പൂ. എന്നാ അത് അങ്ങനെ വെച്ചാൽ പോരല്ലേ? അങ്ങനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷെ ഇത്രയും കട്ടുള്ളതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ പൂട് അല്ലേ? നാളെ പോവാങ്ങ സൂന്യ. അപ്പൊ കേമായിട്ട് ഇടാം. ഇന്നത്തെ എങ്ങനെ പോട്ടെ. സൂന്യ അത് ഫസ്റ്റ് ആയിട്ട് ഇടും കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചിങ്കോ സിംഹോ? സിംഹല്ല, നാളെ ശനിയാഴ്ച അല്ലേ? എന്റെ കണക്കിൽ ഇന്ന് ബുധനാഴ്ച, നാളെ ഞായറാഴ്ച. വേണ്ട സൂന്യ, ഇതൊക്കെ ഒരു ഐഡിയ ആണ്. ഇപ്പൊ കണ്ടില്ലേ, ഫില്ലായില്ലേ? ഇപ്പൊ എല്ലാ കളറും ആയി. ഇത്രേ വേണ്ടു. ശരിയായില്ലേ? ശരിയല്ലേ ഏട്ടാ? പിന്നെന്താ? പൂവ് നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡിയടി പൂവിടുന്നത്. എനിക്ക് ആ ഇല ഇട്ടത് ഇഷ്ടായില്ല. പൂ അധികമായില്ലേ ഇപ്പൊ അവസാനം? തറയൊക്കെ ഉണങ്ങിയില്ലേ? ഓ അടുത്ത് വീട്ടിലത്തെ ഒരു വാപ്പ വന്നിട്ടുണ്ട്. വാപ്പാൻ്റെ അടുത്ത് അമ്മ വർത്താനം പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അല്ലല്ലോ, അവരിങ്ങനെ പഴയ ആൾക്കാർ അവരുടെ വിശേഷം പറച്ചിലും സങ്കടം പറച്ചിലും പരാതികളും ലേട്ടാ, പരിഭവങ്ങളും ഒക്കെ. നമുക്കിപ്പോൾ 2 വീടുള്ളതും കൊണ്ടേ പൂവിടാനും ഇനി പറയുക തകിലല്ലോ ചോപ്പ് ചെമ്പരത്തി. ഇടവിട്ടാൻ വെച്ചോ. ഒന്ന് ചോപ്പും ഒന്ന് വെള്ളേ. ഇത് വെള്ള ഇങ്ങനെ, ഇത് ക്രീം കളറല്ലേ? ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ എങ്ങനെയാലും കുഴപ്പമില്ല. എനിക്ക് തലവേദന എടുത്തിട്ട് നമുക്ക് ആശുപത്രി പോവാന്നിട്ട്. എനിക്ക് ആശുപത്രി പോവുക പറയുമ്പോഴല്ലേ, ഓണാകുമ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം തിരുവോണ സമയത്തൊക്കെ ഞങ്ങൾ അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അടിപൊളി സദ്യയൊക്കെ വെച്ചുണ്ടാക്കി കഴിച്ച് വീട്ടിലും പോയി. കൊറോണയും പിടിച്ചിട്ടൊരു മാസം. 2ാം ജന്മമാണിത്, 1ാം ജന്മല്ല. എല്ലാവരും പാങ്ങോടെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കടന്നു. അവിടെ അതിനേക്കാളും രസം എന്താ ഉണ്ടായെന്നറിയോ? അനിയനാണ് കോവിഡ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കാണെങ്കിലോ മൈഗ്രെയിൻ്റെ തലവേദനയൊക്കെ ഉള്ളതല്ലേ. എനിക്ക് കോവിഡ് അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. രാത്രി ഛർദിക്കുമ്പോൾ ഞാൻ കരയായിരുന്നു. എനിക്ക് എൻ്റെ കുട്ടികളെ ഓർത്തിട്ടേ ചാവോന്നൊക്കെ വിചാരിച്ചു. അന്നൊക്കെ ഇങ്ങനെ കുറേ പേര് മരണപ്പെടുന്ന ഒരു സമയമല്ലേ ഏട്ടാ? ചില കൂട്ടുകാർക്കേ നമ്മൾ പൂവിടുന്ന കാണുമ്പോഴേ സന്തോഷം തോന്നും. അവർ നാട്ടിലില്ലെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നാട് വിട്ടിരിക്കണവർക്കല്ലേ? അടുത്ത പ്രാവശ്യം നാളെ പൂ വാങ്ങിയിട്ട് നല്ല പൂവിടാം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ പൂവാവട്ടെ അല്ലേ? അതെ. ഇത് 3 ഉള്ളൂ. ഉള്ളത് കേട്ടോ. ഓണത്തിന് പൂ പ്രതീക്ഷിച്ചാണ് ചെണ്ടുമല്ലി ഉണ്ടാക്കിയത്. അതിപ്പോൾ ചെണ്ടുമല്ലിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ. അതിനൊരു ഇല്ല, ഞാൻ ആരെ കുറ്റം പറഞ്ഞല്ല. ഉണ്ടാക്കിയത് അത് പ്രതീക്ഷിച്ചാ പറയുക. അങ്ങനെ പോട്ടെ. ഇതിപ്പോൾ വൈകുന്നേരം സമയം കിട്ടുന്നില്ല. സാരില്ല. എന്താ പക്ഷെ ഇവിടത്തെക്കാട്ടിലും നന്നായിട്ട് അവിടെ ഇടണം കേട്ടോ. എന്നാലാണ് അവിടെ റോട്ടിൽ കൂടെ പോണവർ കാണില്ലേ. ഇത് കുളി കഴിഞ്ഞിട്ട് വെക്കട്ടെ. ഈ കുഞ്ഞ് റോസിലെ കുമ്പളത്തിൻ്റെ 2 ഇതും ഉണ്ട് കേട്ടോ. വട്ട ഇടുക വെച്ചാൽ ഒന്നും കൂടി രസം ഉണ്ടാവും. പക്ഷെ വട്ടടല്ല. പിന്നെ നമ്മുടെ വയലറ്റ് ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ. ശംഖുപുഷ്പം വെക്കണ്ട വിചാരിച്ചിട്ട് അത് വെള്ളം കലക്കി കുടി.
കൗതുക വാർത്ത പറഞ്ഞു. ഇന്നലെ നമുക്ക് കാസർഗോഡ് നിന്ന് ഒരു ചേച്ചി ശാലിനി എന്ന് പറഞ്ഞൊരു ചേച്ചി വിളിച്ചിരുന്നു കേട്ടോ. ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല, ഞാൻ പറയാലേട്ടാ, ചേച്ചി എന്ന് പറയാം. അപ്പോൾ അവർക്ക് നമ്മൾ 2 വർഷം മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്നറിയോ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, കഷ്ടപ്പെടുകയല്ല വിഷമിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, നമ്മളെക്കാളും സങ്കടമായിരിക്കും എന്നറിയോ നാട്ടുകാർക്കായിരിക്കും. അവർക്കൊരു കുട്ടി ഉണ്ടായില്ലോ, കല്യാണം കഴിഞ്ഞ് ഇത്ര കാലമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളൊരു ഹോമിയോനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. ജനനി, ഇവിടെ ഗവൺമെൻറ് ഹോമിയോയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്, അതേപോലെ എൻ്റെ 2 ഫ്രണ്ട്സിന്, ഒരാൾക്കല്ല കേട്ടോ, 2 പേർക്ക് കുഞ്ഞു മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരമാവുക വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവർ അതേപോലെ ഈ വീഡിയോ കേട്ടോ ഫുള്ള് നമ്മളിതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്ലേ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് അവർ അവിടെ ആശുപത്രിയിൽ ഹോമിയോയിൽ പോയി അവർക്കൊരു ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവർ 9 വർഷങ്ങൾക്ക് ശേഷം ഒരു ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, ചേച്ചി എന്നും ചേച്ചിയോട് എനിക്ക് നന്ദി സ്നേഹം ഉണ്ടാവും കേട്ടോ. കാരണം അത് ചേച്ചി ബിസിനസിന്റെ പരമായിട്ട് നമ്പർ പബ്ലിക് ആക്കൊണ്ട് 2 വർഷമായിട്ട് അവരെന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്പർ തപ്പിയും കൊണ്ട് നടക്കുകയായിരുന്നു അത്രേ. കുറേ ഫേസ്ബുക്ക് കൂടെ ചോദിച്ചു അത്രേ. ഞാൻ ഫേസ്ബുക്കിൽ അധികം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഏട്ടനാണ് കേട്ടോ, ഇതിൽ ഇൻസ്റ്റയിലാണ് വെച്ചാലൊക്കെ നമ്പർ തരും ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത നമ്പർ പിന്നെ നമ്മളത് ഫോണ് കേട് വന്നിട്ട് അത് ഫുള്ള് പോയല്ലോ, ആ നമ്പർ പോയല്ലോ, അതായിരിക്കാം. പക്ഷെ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മള് നമ്പർ ചില ആൾക്കാർക്ക് യൂട്യൂബ് ഉണ്ടാവും, ഫേസ്ബുക്കും ഉണ്ടാവില്ല, ഇൻസ്റ്റ ഉണ്ടാവില്ല, അങ്ങനെയുള്ള എത്രയോ വീട്ടമ്മമാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം പറയാ ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അത്ഭുതമാണ് സത്യം. ഞങ്ങള് കാരണം നിമിത്താണ്, കാരണം നമ്മുടെ വായന അങ്ങനെ വരാനും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും അത് ഇതിപ്പോ 2ാമത്തെ ആളാണ് പറയുന്നത് അല്ലേ. പിന്നെ എത്ര വലിയൊരു ഭാഗ്യം കിട്ടില്ല, കാരണം നമ്മൾ എത്രയോ കുട്ടികളുടെ കാര്യം ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കൊരു ഉണ്ണി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ അതിനത്രയെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാണ് ഞങ്ങൾക്കായി 11 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനതാ വിചാരിച്ചത്, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതും കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുക വെച്ചാൽ ഉണ്ടായിക്കോട്ടെ. കുറുമ്പന തോന്നണോല്ലേ? അതെ. എന്താ പേര് കുട്ടിയുടെ? അവിനാഷ്. ഒരു ദിവസം കൊണ്ടുവരൂ, ഇങ്ങോട്ട് വരൂ, നമുക്കും കാണാലോ. കാസർഗോഡ്, നമ്മള് കാസർഗോഡൊന്നും വന്നിട്ടില്ലാട്ടാ. പിന്നെ കാസർഗോഡ്, കണ്ണൂരൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പറശ്ശിനിക്കടവ്. അതെ. നിങ്ങളവിടെ ഗവൺമെന്റ് ഹോമിയോയിലാണോ പോയേ? അതെ. എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോ അതിൽ പറയാൻ സന്തോഷം എന്താ വേണ്ടേ അല്ലേ? എന്നും നിങ്ങൾ എന്നെ ഓർക്കില്ലേ? അതുകൊണ്ട് ഒരുപാട് സന്തോഷം എനിക്കിത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. മോനൊക്കെ വർത്താനം പറയാറാവുമ്പോ എന്നെ വിളിപ്പിക്കൂ. ഇപ്പോഴും പറയോ? എന്തോ ചോറുണ്ടോ കുട്ടി? അമ്പുവോ? കുട്ടിയുടെ പേര് അമ്പുവാണ്. സ്വത്തേ? കഴിക്കാനൊക്കെ കൊടുത്തോ? അതെ. ഒരുപാട് സന്തോഷം. എന്തായാലും പ്രാർത്ഥന മക്കളൊക്കെ അവിടെ ഉണ്ടേ.
ഉം. ഏ ഏട്ടന്താ ഇവിടെ എന്താ ഏട്ടനുണ്ട്. ഏട്ടനിത് കേട്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ. അല്ലേ എന്താ മോനൊക്കെ വലുതായിട്ട് എന്തായാലും വരൂ. ഒരുപാട് സന്തോഷം. എന്നാ വെച്ചോട്ടെ. ശരി. ഭയങ്കര സന്തോഷല്ലേ. നമ്മള് ഒരു 2 വർഷത്തിന്റെ മുമ്പേ നമ്മളൊരു ഹോമിയോ, എൻ്റെ ഒരു ഫ്രണ്ടിനൊരു കുട്ടി ഉണ്ടായതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. എന്താ ഇവിടെ പോയിട്ട് ഗവൺമെൻറ് ഹോമിയോയിൽ പോയി 10 വർഷം കഴിഞ്ഞിട്ട് അവൾക്ക് കുട്ടികളില്ലാണ്ട് അവിടെ പോയി അവിടെ നിന്ന് ചികിത്സ ഫ്രീ ചികിത്സ ചെയ്തിട്ട് അവൾക്കൊരു ഉണ്ണി ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോമിയോയിൽ പോയിക്കോളൂന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിളിച്ചത് കാസർഗോഡ് നിന്ന് ശാലിനിയാണ്. അപ്പോൾ അവർക്കൊരു ഉണ്ണി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ. ഒരു ചെക്കൻകുട്ടി 2 വയസ്സായിത്ര. എന്നെ ഈ 2 വർഷമായിട്ട് അവർ വിളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം എൻ്റെ നമ്പർ കിട്ടിയത് ഇപ്പോൾ ഈ കുഞ്ചൂസ് ഫാഷനിൽ കൂടെ ആയതും കൊണ്ടാണ് കിട്ടിയതെന്ന്. അവിനാഷ് നല്ല പേരില്ലേ. അവർ പറയുന്നത് കേട്ടോ, എന്നും നമ്മൾ ഓർക്കും ചേച്ചീനെ. ഒരു ദിവസം കൂടി ഞാൻ ഓർക്കാതിരിക്കില്ല, ദിവസം ഞാൻ ഓർക്കുന്നു. എന്താണ് ബുദ്ധിമുട്ട് നമ്മള് ദൈവം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എന്ത് സമ്പാദിച്ചു എന്നല്ല, ഇതൊക്കെ തന്നെയാണ് ഞാൻ സമ്പാദിച്ചത് അല്ലേ. സത്യം. അപ്പോൾ ഭയങ്കരമായി സന്തോഷമുണ്ട് കേട്ടോ. നന്നായിരിക്കട്ടെ അല്ലേട്ടാ. എത്രയും 9 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഒരു ഉണ്ണി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അവര് എനിക്കിനെ സത്യം പറയുന്നത് സങ്കടം വന്നു കേട്ടോ ഫസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ. നന്നായിരിക്കട്ടെ അല്ലേ. ഗോൾഡിൽ കറുപ്പ് വേണമെന്നുള്ള കണ്ടോ. ഞാൻ ആദ്യം ഇതാണ് കേട്ടോ വിചാരിച്ചത്. കണ്ടോ, ഈ ഗോൾഡിൽ കറുപ്പ് ആദ്യം വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു അതിൻ്റെ കറുപ്പ് കരയുള്ളത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ശരി ഇത് തന്നെ മതി എന്നുള്ളത്. കളർഫുൾ ആയിക്കോട്ടെ. ഇതും രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിൽ എത്ര പീസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇനി ആകെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള പീസൊക്കെ പോയി. സത്യം പറയാച്ചാല് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. തുണികളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഏകദേശം. ഇപ്പോൾ അതാണ് സെറ്റ് മുണ്ടുകളും കുറച്ച് കോട്ടൺ സാരികളും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മള് ഇത് ഉടുക്കണത് കണ്ടോ. ഞാനേ എൻ്റെ നോക്കിയൊക്കെ നിൽക്കുന്നത് ഞാൻ നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത് ഇതാ ലൈറ്റ് നീലയിൽ ഇതാ മഞ്ഞയും ചോപ്പും. നല്ല കളറാണ് കേട്ടോ. ഇതൊന്നും ആരും കണ്ടില്ലേ? ഇല്ലേ ഇതാട്ടോ. ഇതൊന്ന് ഇതാ കണ്ടോ. ഇത് ടിഷ്യൂ ആണ് കേട്ടോ. ടിഷ്യൂ. ഇതിന്റെ എത്ര പീസ് ഉണ്ട്? കഴിഞ്ഞല്ലോ. ഇനി ഇതിൽ 2 പീസ് ഉണ്ട്. 2 പീസും കൂടി ഉള്ളൂ അല്ലേ. പച്ച ബ്ലൗസൊക്കെ ഇങ്ങോട്ട് കിട്ടാണ്ടല്ലോ. അടിപൊളിയാവും ഇല്ലേ. പിന്നെ ബ്ലൗസ് വരില്ലല്ലോ. ഇതിൽ ബ്ലൗസ് വരുന്നില്ല. ഇത് സുകന്യക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. സുകന്യ അത് എടുക്കണം എന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞു. എനിക്ക് അതൊന്ന് എടുക്കണം ഇറത്തിയമ്മ എടുക്കണം. പിന്നെ അതാ അതിൻ്റെ തന്നെ അതിൻ്റെ കരിനീല ഇതാട്ടോ. നോർത്തണോ കണ്ടോ. ഇതും ടിഷ്യൂൻ്റെ ഇതിൻ്റെ മുന്തിരി കളറൊക്കെയാണ് എല്ലാവരും ചോദിച്ചത്. പക്ഷേ ഈ പച്ചയും ഈ നീലയൊക്കെ ഈ പച്ചയും നീലയൊക്കെ നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇല്ലേ കൊടുത്താലും നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. എല്ലാതും ഇനി അടുത്തത് ഇതാ. അടുത്തത് കണ്ടോ, പച്ചയും സിൽവറും. പച്ചയും സിൽവർ എന്താ നല്ല ലെങ്ത്, നല്ല വീതിയുണ്ട്. എല്ലാതും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനേ ഉയരം ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ വെച്ച് നോക്കിയിട്ട് തന്നെയാണ് എടുക്കുള്ളൂ. ഇത് എല്ലാവർക്കും ഇല്ലേ ഇതിൻ്റെ വാടാമല്ലിയേ വേണ്ടുള്ളൂ.
ഈ കോഫി ബ്രൗൺ ആർക്കും കോഫി ബ്രൗൺ അതിനേക്കാട്ടി എന്താ കോഫി ബ്രൗൺ കേട്ടോ. ഇതിൻ്റെ വാടാമല്ലിയില്ലേ അത് കാണിച്ചപ്പോൾ ഞാൻ ഇത് കാണിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതന്നെ കാണിച്ചുള്ളൂ. അതന്നെ കാണിച്ചുള്ളൂ. അതുകൊണ്ടാണ് അത് എല്ലാവരും ചോദിച്ചത്. ഇതിൻ്റെ കളർഫുൾ കളർ കോമ്പിനേഷൻ കാണിച്ചിട്ടില്ല. ഇതാ കണ്ടോ, ഇതും കണ്ടോ, മുണ്ടിൻ്റെ നീളം നോക്കി നോക്കൂ, കണ്ടില്ലേ ഈ കളറ്. ഇതൊക്കെ ഉടുത്തല്ലേ ഒതുങ്ങി കിടക്കും. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ ജാക്കറ്റ് അതില്ലേ, ഇതിൻ്റെ ജാക്കറ്റ് ഇത്, ഇതിൻ്റെ ബ്ലൗസ് ഇത്, ഇതിൻ്റെ ബ്ലൗസ് ഇത്. ഇതും കോട്ടൺ ആണ് കേട്ടോ, ഫാൻസി കോട്ടൺ. കുറച്ചൊരു കണ്ട ഉടുത്ത് കഴിഞ്ഞാൽ ഒതുങ്ങി കിടന്നോളും. ചെക്കാണ് കേട്ടോ അത്. ഇതിന് എത്ര ഉണ്ട്? ഇനി ഇതൊറ്റ പീസേ ഉള്ളൂ. എന്താ ഇത് നല്ല ഉണ്ട് കണ്ടോ. സെറ്റ് മുണ്ടില്ലേ, നല്ല രീതിയിൽ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. സെറ്റ് സാരി സെറ്റ് മുണ്ട് അതിൻ്റെ ഒരു ഭംഗിയില്ലേ. ഈ ഒരു അമ്പലത്തിൽ പോണ സമയത്താണോ വെച്ചാലും ഒക്കെ എനിക്കിഷ്ടാട്ടോ സെറ്റ് മുണ്ട് കൊടുക്കാൻ. അപ്പോൾ പിന്നുള്ളത് ഇനി ഇതിൻ്റെ തന്നെ കേട്ടോ, ഈ പച്ചയുടെ കോഫി ബ്രൗണിൻ്റെ പച്ച, ബ്രൗൺ കോഫി ബ്രൗണിൻ്റെ പച്ച കണ്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതും ഈ കളർ കണ്ടോ, ആ പച്ച കളർ. ഒരു സമയത്തില്ലേ പച്ചയോടും നീലയോടും എന്തോരം ഇഷ്ടമായിരുന്നു എനിക്ക് പറഞ്ഞിട്ടാ. എന്തെടുക്കുന്ന സമയത്തും പച്ച നീല എടുക്കും. ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ, കറുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളിങ്ങനെ വയസ്സാവുന്നതിനനുസരിച്ചിട്ട് ഈ കളറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുപ്പ് കളറ്. ഇനി കഥകളി ഉണ്ട് കേട്ടോ. കഥകളി കഴിഞ്ഞില്ലേ, 2 ഉണ്ടല്ലേ. കഥകളിയുടെ വയലറ്റ് സൈസ് നല്ല കളർഫുള്ളാ അല്ലേ? കളർഫുൾ അറിയാം. കഥകളിയുടെ ഇനി വേറൊന്നും കൂടി ഉണ്ട്. വേറെ ഒന്നുകൂടി ഉണ്ട്. 3 പീസ് ഇതിൻ്റെ അടിയിലൊക്കെ അവിടെ ഇവിടെ കിടക്കണ്ടായി. കഥകളിയല്ലേ, നല്ല കളറുകൾ. അല്ല കഥകളിയൊക്കെ വേഗം വിറ്റ് പോയതാ. അതല്ല അതൊക്കെ പിന്നെ എല്ലാതും ഒരേ സൈസ് തന്നെ ആയിരിക്കും. കണ്ടോ നല്ല കളറാണ്. ഇനി കഥകളിയുടെ പച്ച ഉണ്ട് കേട്ടോ. കഥകളിയുടെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ. വേഗം എടുത്താലല്ലേ ഓണത്തിന് അടിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓണത്തിന് അടിച്ചിടാൻ പറ്റുമോ അല്ലേ? ഞാൻ പിന്നെ എന്താ ചെയ്യാന്നറിയോ, റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നേരത്തെ എല്ലാവരോടും പറയട്ടോ ഇടണം ഇടണം. പക്ഷെ രാവിലെ അമ്പലത്തേക്ക് പോവുക വെച്ചാലല്ലേ കോടി ഉടുക്കണം എന്നല്ലേ പറയാ. പച്ച പച്ചയോട് എന്താണെന്നറിയില്ല. ലൈറ്റ് പച്ചയില്ല, ഡാർക്ക് പച്ച കൊണ്ട് കാണാൻ നല്ല ഒതുക്കുണ്ട്. ഇതാട്ടോ അടുത്തത് മയിൽപ്പീലി. ഇത് കുറേ എടുത്തേക്കണോ. ഇത് ഈ സെറ്റും ഉണ്ട് കേട്ടോ. കുറേ പേര് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് നല്ല ഇറക്കിയതാണ്. ഇതിന്റെ കോഫി ബ്രൗൺ ഇല്ലേ കൊണ്ടുവന്ന് വെച്ചു വീഡിയോയില് അതാണ് കാണിച്ചത്. ഫുൾ കോഫി ബ്രൗണാ പോയത്, ഫുള്ള് പോയിട്ടോ. കണ്ടോ സിൽവറും. ഇതില് എത്ര കളർ ഉണ്ടായിരുന്നു? സിൽവർ കോട്ട പീലി വർക്ക് കോട്ടൺ 280. എന്താ കുറേ പേരില്ലേ അതൊരു അബദ്ധം പറ്റിയതാണ്. എൻ്റെ അടുത്ത് 280 280 പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി 250 സെറ്റ് മുണ്ടോന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ ആകെ അന്തം വിട്ടിട്ടു. 280 സെറ്റ് മുണ്ടോന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ തന്നെ ഇതാ ഈ ഒരു കളറ്. പിന്നെ ഈ ബ്ലാക്ക് കേട്ടോ, നല്ല കര വരുന്ന ബ്ലാക്ക്. ഇത് കുറേ പേര് ഇതും ചോദിച്ചിരുന്നു അല്ലേ. ഇതിൻ്റെയൊക്കെ 2 പീസേ ഉള്ളൂ. അപ്പോഴേ പിന്നെ ഇതിൻ്റെ തന്നെ ഇതാ ഇത് ഒരു മാറ്റുള്ള പച്ചയാണ്, ഒരു ലൈറ്റ് ഒരു നീല ഷെയ്ഡ് വരുന്നില്ലേ, പീക്കോക്ക് പച്ച അതുപോലെ പച്ചയാണ്. ഇതിൻ്റെ നോക്കിയൊക്കെ കണ്ടോ കളർഫുൾ ആയിട്ട് അല്ലേ. എന്താ കണ്ടോ
ഇതൊക്കെ നല്ല മുണ്ടൊക്കെ നല്ല നീളവും വീതിയൊക്കെ വരുന്ന മുണ്ടുകളാണ് കേട്ടോ. എന്താ ഇപ്പോൾ എൻ്റെ അമ്മൂന് ഇപ്പോൾ സാരി നാളെ എന്താ മറ്റന്നാൾ സാരി കൊടുക്കണം. അപ്പം അമ്മു പറയുന്ന പോലെ എൻ്റെ സാരി കുറേ മുറിക്കേണ്ടി വരുന്നു. അത് വേണ്ടി വരും ചിലപ്പോൾ. എന്താ എനിക്കിത് നല്ല കളറായി തോന്നി. ഏട്ടനോ? ഇല്ലേ? കോഫി ബ്രൗണിനെക്കാട്ടിലും ഒന്നും കൂടിയില്ലേ? അതുപോലൊരു സംഭവമാണത്. മദ്രാസ് ചെക്കും പിന്നെ ഇത് ഈ ആ പുള്ളി ഇനി ഒരു പീസയില്ലേ? അത് വെള്ളയും പ്യൂർ വൈറ്റും ഓഫ് വൈറ്റും കൊണ്ടുവന്നല്ലേ. ഇത് കണ്ടോ, ഇതും പ്യൂർ കോട്ടൺ ആണ് കേട്ടോ സംഭവം. ഇതിന്റെ മുന്താണി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കളർ മാത്രമേ. ഇതിന്റെ ബ്ലൗസ് വരുന്നത് കാണിച്ചു തരാം. അത് അതിനേക്കാട്ടിലും ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വീഡിയോയിലൊന്നും വെറുതെ കാണിച്ചപ്പോഴേക്ക് തന്നെ ഇത് പോയ പീസാണ്. കണ്ടോ, ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇത് കുറേ പേര് എടുത്ത് ഇത് രണ്ടാമത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു കേട്ടോ. ഇത് നമുക്കില്ലേ, ഇത് പ്യൂർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഇനി ആരും എടുക്കണില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടാ. അതിനെ പറഞ്ഞ ആരും എടുക്കണമെങ്കിൽ പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. എല്ലാത്തിനും എനിക്ക് പേടിയില്ലല്ലോ, ഒന്നും ബാലൻസ് വരില്ല. ഞാൻ അങ്ങനെ എടുക്കൊന്നുമില്ല കേട്ടോ. സത്യം, ഞാൻ എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുക ചെയ്യും. അപ്പൊ ഇവിടെ തന്നെ നമ്മളിപ്പോ എടുക്കുകയാണ് പറഞ്ഞാൽ മദ്രാസക്കാണ്. എൻ്റെ കൂട്ടുകാരികളില്ലേ ആരെങ്കിലും എന്താ ജോലിക്കൊക്കെ പോണവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിട്ട് കേടുവരുത്തുകയാണ് കേട്ടോ ചെയ്യുക. ഏട്ടൻ്റെ അമ്മ എപ്പോഴും എന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, ഇത് വെറുതെ കിട്ടിയല്ല. മറ്റേതൊക്കെ വെറുതെ കിട്ടിയതാ. മറ്റേതൊക്കെ പിന്നെ വെറുതെ കിട്ടിയത് പറഞ്ഞാലും അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ പണിക്ക് പോണത് വെറുതെ ആണല്ലേ? ഇതിപ്പോ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ലോ, ഇതിപ്പോ ഒരു കച്ചവടം രീതിക്ക് കൊണ്ടുവരണ്ട. അതിപ്പോ നമ്മൾ ഉടുക്കാൻ വാങ്ങിയതല്ലേ, അത് രണ്ടാ സംഭവം. 2 പൈസക്ക് തന്നെ കിട്ടിയത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ഓണക്കോടി സാരിയൊക്കെ മടക്കാൻ പഠിച്ചു. മറ്റേത് സാരി മടക്കാൻ ഒക്കെ പഠിച്ചു. മദ്രാസക്ക് കൂടി ഒന്ന് കാണിച്ചോ. മദ്രാസക്ക് ഇതിന്റെ ഷർട്ട് കിട്ടുമോ? എന്നിട്ട് ഈ സാരി എടുക്കുക അല്ലേ? ഇതുകൊണ്ട് ഇത് 2-3 എടുത്തിട്ട് ഒന്നിച്ചിട്ട് കൂട്ടിയിട്ട് ഷർട്ട് അടിച്ചോളി. ഷർട്ട് സാധനം കിട്ടും, സാധനം ഉണ്ടല്ലോ. ഷർട്ടിന് പറ്റിയ തുണിയാ. ഇത് ബ്ലൗസ് പീസ് തന്നെ നോക്ക്, നല്ല കളർ, നല്ല രസമല്ല. ഷർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാം എടുത്ത് കാണിക്കും. നമുക്ക് വാങ്ങുക. ഞാൻ ഓണത്തിനുള്ളത് അടിക്കാൻ കൊടുത്തുട്ടോ. എൻ്റെ അമ്മയുടെയും കൊടുത്തു. എൻ്റെ അമ്മ സാരി അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, സാരി വേണ്ട, എന്താ നിങ്ങൾ ഇപ്പോൾ സാരിയൊന്നും തരണ്ടാക്കി പറഞ്ഞു. അമ്മയ്ക്ക് ഇനി എന്നാലും നമ്മൾ എടുത്തു കൊടുക്കുമല്ലോ നമ്മുടെ അമ്മയ്ക്ക്. എന്തായാലും സെറ്റ് മുണ്ട് ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സെറ്റ് മുണ്ട് മാത്രമല്ല, ഇതെടുക്കേട്ടാ, ആ ചുവപ്പും പച്ചൻ്റെ സെറ്റ് മുണ്ടില്ലേ, ഞാൻ സെറ്റ് മുണ്ട് എടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അതില്ല, അതിൻ്റെ താഴെ സെറ്റ് സാരി അത്. ഇത് നമ്മുടെ വീഡിയോയിലില്ലേ, സത്യം പറയാച്ചാൽ നിങ്ങൾക്കിത് വീഡിയോയിൽ മനസ്സിലാവാണ്ടാണ് കേട്ടോ. ഈ സാരി ലൈൻ വരുന്ന കണ്ടോ? ഇതിൽ മുന്താണിയിൽ മാത്രമാണ് ഒരു ചെറിയ വർക്ക് വരുന്നുള്ളൂ. മുന്താണിയിലല്ല, ഇങ്ങനെ ചെറിയ ലൈനും വൈറ്റും ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഇട്ട് ഈ പച്ചയും ചുവപ്പും കണ്ടിട്ടാണ് ചില ആൾക്കാർ അയ്യോ ഇതെന്താന്ന് പറയുന്നത്. അത് ആ മുന്താണി പോർഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാക്കിയൊക്കെ ഇതാ കണ്ടോ, ഫുള്ള് ഈ ഒരു ഓഫ് വൈറ്റും പാടെ കൂടിയതാണ് കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ സാരിയെ കൊടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. നമുക്ക് സമയപരിമിതി മൂലം നമ്മൾ ചെയ്യാതിരുന്നതാണ്. പിന്നെ ഒന്നാമതിലേക്ക് സാരി കൊടുത്ത് തരണമെങ്കിൽ ചിലതൊക്കെ ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല, അറിയില്ലേ? അതുപോലെ എനിക്ക് ചിലതേ ശരിയാവുള്ളൂ, ചിലത് ശരിയാവില്ല. ഇതാണ്ടോ സാരിയുടേത് മുന്താണി പോർഷൻ വരുന്നത് കണ്ടോ? അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോഴേ ഇതിലിനി ഇതിനി 2 പീസേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായി
തീർന്നു പോയി അറിയാം. തീർന്നു പോയി. ഇനി നമ്മൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ചുരിദാറ്, കോട്ട് സെറ്റ്, നെയ്റ്റിയൊക്കെയാണ് കേട്ടോ രസം. നെയ്റ്റി നമ്മൾ വീഡിയോയിൽ എന്നിട്ട് വെറുതെ ഒന്ന് കാണിച്ചുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഫുൾ നെയ്റ്റ് പോയിട്ടോ അല്ലേ. നമ്മൾ നമ്മുടെ ഇത് അനിയേട്ടൻ തന്നെ മടക്കി തരണം കേട്ടോ. അനിയേട്ടാ ചക്കക്കൂട്ടാൻ പോലെ ഞാൻ ഇതുണ്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാരി ഇല്ലേ വൺ സൈഡ് ഇടുന്നത്. നമുക്കിതാ വൺ സൈഡ് ഇടണമെന്ന് വെച്ചാലും ഒരുപാട് ഇതാ കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോഴേ വേണ്ടവരില്ലേ വേഗം നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഓണമൊക്കെ അല്ലേ, ഓണാകുമ്പോഴേക്ക് തുണിയുടെ ബ്ലൗസ് അടിച്ചിട്ടണ്ടേ അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഓണസദ്യയുടെ കൂടെ കുഞ്ചൂസ് ഫാഷൻ്റെ ഓരോ എങ്ങനെ പറയുക ഓണക്കോടിയും കൂടിയില്ലേ, അതല്ലേ. പിന്നെ 2 മധുരമാണ് കേട്ടോ. പായസത്തിൻ്റെ മധുരം പുറമെ അതിനേക്കാളും കൂടുതൽ മധുരമാണ് കുഞ്ചൂസ് ഫാഷൻ്റെ ഡ്രസ്സുകൾ ഇട്ടിട്ട് നിങ്ങൾ ഓണസദ്യയൊക്കെ കഴിക്കണത്. അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കില്ലേ ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടതെന്നറിയോ, നമ്മുടെ ഏതെങ്കിലും എടുത്തിട്ട് നമുക്കും ഓണസദ്യ കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കൊടുത്തിട്ട് ഓണസദ്യ കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ അല്ലേ. കാരണം അന്നത്തെ ദിവസം അങ്ങനെ പറയരുത്. എന്നാലും നെയ്റ്റെങ്കിലും പുതിയതുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഇതെടുക്കും കേട്ടോ. എന്തെന്നറിയോ, ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും അല്ലേ, സാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനനി. അപ്പം അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടണ എന്താ അനിയത്തിമാരോ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി നോക്കൂ കേട്ടോ. ഒരുപാട് പൈസ വേണ്ട. നിങ്ങളുടെ ഒരു അനിയത്തി പറയുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എന്നിട്ട് ഇതേപോലെ കുട്ടികളെ കൊണ്ടൊക്കെ ഒളിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ, അത് വല്ലാത്തൊരു സന്തോഷമാണ്. മനസ്സ് നിറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് എത്ര പൈസ തന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും ഈ ഒരു സന്തോഷത്തിന് പകരാവില്ല കേട്ടോ. അപ്പോൾ നാളെ കാണാം.